ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് കോടതിയുടെ താക്കീത്. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ നിർബന്ധമായും ഹാജരാകണമെന്ന് എൽദോസ് കുന്നപ്പള്ളിയോട് കോടതി ആവശ്യപ്പെട്ടു. ഇന്ന് എൽദോസ് ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചിരുന്നു. സിജോ വി ജോൺ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, എൽദോ ഇങ്ങനെ സ്ഥിരമായി കോടതിയിൽ ഹാജരാകാത്ത ഒരാളാണോ? എന്താണ് കോടതിയുടെ ഈ വിമർശനത്തിന് പിന്നിൽ എന്താണ് പറഞ്ഞത് കോടതി? സ്ഥിരമായി ഹാജരാകാത്ത സാഹചര്യമല്ല ഉള്ളത്. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കേസ് ഇന്ന് നെയ്യാറ്റിൻകര ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിച്ചിരുന്നത്. ഇന്ന് ഹാജരാകാനുള്ള ഒരു അസൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. അത് പരിഗണിച്ചുകൊണ്ട് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അടുത്ത തവണ ഹിയറിംഗിന് നിർബന്ധമായും ഹാജരാകണമെന്നൊരു നിർദ്ദേശവും എൽദോസ് കുന്നപ്പള്ളിക്ക് കോടതി നൽകിയിട്ടുണ്ട്. MLA മാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പങ്കുള്ള കേസായതിനാൽ ഇതിൽ വേഗത്തിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ ഒക്കെ നിർദ്ദേശം നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഹാജരാകാതിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. അതായത് ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ചാൽ തോൽവി വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരികയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു എൽദോസിന് ഇത്തവണ പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. ശരി, സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.